യുവവാണി. വിഷമമല്ല വിദേശ പഠനം. പുറത്ത് പഠിക്കാൻ പോകും മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അംഗീകൃത എമിഗ്രേഷൻ കൺസൾട്ടൻ്റായ മാത്യൂസ് ഡേവിഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. വിദേശ പഠനം പണ്ട് ഒത്തിരി കാശുള്ളവർക്ക് മാത്രം പ്രാപ്യമായ ഒരു കാര്യമായിട്ടായിരുന്നു നമ്മൾ വിചാരിച്ചു വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സമൂഹത്തിലുണ്ടായ പല മാറ്റങ്ങളും ഇത് എല്ലാവർക്കും, ഒരു സാധാരണക്കാരനും സ്വപ്നം കാണാവുന്ന ഒരു കാര്യമായി വിദേശ പഠനം മാറി. പക്ഷേ അപ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിൽ ചതിക്കുഴികളുണ്ട്. അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി, പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെ ഒരു കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കണം, ഇത് പലർക്കും അറിയില്ല. ആരോ പറഞ്ഞു അല്ലെ ആരോ പറയുന്നത് കേട്ട് എനിക്കെന്താണ് വേണ്ടതെന്ന് അറിയാതെയാണ് പലപ്പോഴും ഇതുപോലെ ഒരു കോഴ്സോ ഒരു രാജ്യമോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിദേശ പഠനം എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനായി യുവവാണിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് മാത്യൂസ് ഡേവിഡാണ്. ഇദ്ദേഹം ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റാണ്. 10 വർഷത്തിലേറെക്കാലമായി അദ്ദേഹത്തിന് ഈ മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡിൽ പ്രവർത്തന പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം മാത്യൂസ്. താങ്ക് യു. താങ്കൾ ഏതാണ്ട് ഒരു ദശാബ്ദക്കാലമായി ഓസ്ട്രേലിയയിലെ ഈ ഇമിഗ്രേഷൻ അല്ല സ്റ്റഡി അബ്രോഡ് എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ, ആ ഒരു മേഖലയിലാണ് ജോലി ചെയ്തു വരുന്നത്. ഇത് നമ്മുടെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കൊച്ചി തന്നെ എടുത്താൽ ഒരു 100 കണക്കിന് ഏജൻസികളാണ്. അപ്പോൾ ആർക്കും ഒരു വിദേശ പഠനത്തിനുള്ള ഏജൻസി തുടങ്ങാമോ? ആർക്കും ഇതിൽ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകാമോ? അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അതൊരു ഗ്രേ ഏരിയ ആണ്. സ്റ്റഡി അബ്രോഡിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണമെന്നുള്ളത് സ്റ്റേറ്റിനോ സെൻട്രലിനോ ഇവിടെ ഒരു നിയമം കൃത്യമായിട്ടില്ല. അതിനെ മുതലെടുത്താണ് ഇത്തരമുള്ള ഏജൻസികൾ വളരെ അധികമായിട്ട് വളർന്നു വരുന്നത്. പക്ഷെ പലപ്പോഴും ഇതിലെ 99% ഏജൻസികളും ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഓതറൈസ്ഡ് ഏജൻസ് അല്ല. അതാണ് ഇവിടുത്തെ, അത് ആരും പ്രത്യേകിച്ച് ചെക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിൽ ഞങ്ങൾ ഉൾപ്പെടെ ഒരു 5 പേര് മാത്രമാണ് കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് 10-15 യൂണിവേഴ്സിറ്റിയുടെ എങ്കിലും ഡയറക്റ്റ് ഓതറൈസ്ഡ് ഏജൻസി ആയിട്ടുള്ളൂ. അപ്പോൾ പുറത്തുള്ള ഓരോ യൂണിവേഴ്സിറ്റികളും നമ്മുടെ സ്വദേശത്തെ ഓരോ ഏജൻസികളെ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു, പക്ഷേ ഇത് എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുക ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരു അഫിലിയേഷൻ? എല്ലാ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയുടെ എല്ലാം തന്നെ അഫിലിയേറ്റഡ് ആണ്. ഗവൺമെൻറ് അങ്ങനെയുള്ളവർക്കാണ് അപ്രൂവൽ കൊടുക്കുന്നത്. ഇനി ഈ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഓതറൈസ്ഡ് ഏജൻറ്റ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോകണം. ഇപ്പോൾ കൊച്ചി ആണെങ്കിൽ കൊച്ചി അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ്. 4-5 പേർക്കുള്ളൊന്നും ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി ഒരു പ്രദേശത്ത് കൊടുക്കില്ല. പിന്നെ ഇവരുടെയൊക്കെ സബ് ഏജൻസ് ആണ് ഈ ബാക്കിയുള്ള 99 പേരും. അപ്പോൾ താങ്കൾ തന്നെ അവിടെ നിയമപഠനമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഏജൻസിയിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു ഏജൻ്റ് ആവുന്നതിനും ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉള്ളത്? നമ്മളതിൻ്റെ പ്രശ്നം ഏജൻ്റ് എന്നുള്ള വേർഡാണ്. ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏജൻ്റ് എന്ന് പറയുമ്പോൾ ലോട്ടറി ഏജൻറ്റ് എല്ലാം അങ്ങനെ ഒരു ഏജൻ്റാണ്. ഓസ്ട്രേലിയ പോലെ വിദേശ രാജ്യങ്ങളിൽ ഇത് ഭയങ്കര റെഗുലേറ്റഡ് പ്രൊഫഷനാണ്. ഇപ്പോൾ ഒരു മൈഗ്രേഷൻ ഏജൻറ്റ് ഇതാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമിഗ്രേഷൻ ലോ കൃത്യമായി പഠിച്ച് അവിടുത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് പാസ്സായെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇമിഗ്രേഷൻ ഇതൊരു കുടിയേറ്റ വകുപ്പാണ്. ആ കുടിയേറ്റൻ്റെ വകുപ്പിൻ്റെ അണ്ടറിൽ ആ ഇമിഗ്രേഷൻ ലോ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത്തരമുള്ള ഏജൻസും അല്ലെങ്കിൽ അത്തരമുള്ള ഏജൻസികളും ഈ പറഞ്ഞ പോലെ 10 താഴെ കേരളത്തിലുള്ളൂ. അപ്പോൾ വിരലെണ്ണാവുന്ന ആളുകളെ ഉള്ളൂ. അതെ, അതത്ര എളുപ്പമല്ല പഠിച്ച് പാസ്സാവാൻ. അത് അവരുടെ എണ്ണം കിട്ടണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ പോയാലേ അറിയുകയുള്ളൂ. യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓരോന്നിലും കിട്ടും. ഈ രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ പ്രൊഫഷണൽസ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പേരടിച്ചാലോ സ്ഥലം അടിച്ചാലോ അവരുടെ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് പറയും. ഇതിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, വ്യത്യാസമല്ല, ഇവർക്ക് ഇങ്ങനെ രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഒന്നെങ്കിൽ ഓസ്ട്രേലിയൻ പൗരനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ്റെ റെസിഡൻ്റ് ആവണം. കാരണം ഇവിടെയും ഒരു ലോയർ ആവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഓസ്ട്രേലിയയ്ക്കും അത്തരത്തിലുള്ള നിബന്ധനകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്പേഴ്സ് വളരെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാത്യൂസ് കുറേ നാളായി ഈ ഒരു ഏരിയ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. ഈ അടുത്ത് ഈ ജെൻസി കുട്ടികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പുതുതലമുറയിലെ കുട്ടികൾക്ക് ഈ വിദേശ രാജ്യത്തേക്കുള്ള ഒഴുക്ക് കൂടിയിട്ടുണ്ടോ?
പിന്നെ വളരെയധികം കൂടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു തോട്ട് മാത്രം. ആ ഒരു എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പലപ്പോഴും അവർക്ക് വെളിയിലേക്ക് പോകണം, കേരളത്തിൽ പഠിക്കേണ്ട, അല്ലെങ്കിൽ ബാംഗ്ലൂർ. പണ്ടൊക്കെ ഞങ്ങളുടെ സമയത്ത് ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം, ഇതിപ്പോൾ ഇന്ത്യക്ക് വെളിയിലേക്ക് എന്നുള്ളതായി. അതിൽ കുട്ടികൾക്കല്ല പ്രശ്നം. ഇത് എനിക്ക് തോന്നുന്നു പേരൻസ് കൃത്യമായി റിസർച്ച് ഇവിടെ ചെയ്യുന്നില്ല. കുട്ടികൾ ആഗ്രഹം പറയുന്നു. ഇപ്പം നമ്മൾ ഈ ബാംഗ്ലൂർ പോകുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ അറിയാമായിരുന്നു ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് തപ്പിപ്പിടിക്കുന്നത്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും കൂട്ടുകാരൻ പോയ യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും ഉള്ളിടത്തേക്ക് വിടുക എന്നുള്ളൊരു നിലപാടിലേക്ക് പേരൻസ് വന്നു പോകുന്നതാണ്. പക്ഷേ അങ്ങനെ വിടുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നീട് അവരുടെ ഫ്യൂച്ചറിലേക്ക് വരാൻ സാധ്യതകളുണ്ട്. പക്ഷേ മൊത്തത്തിൽ കുട്ടികളുടെ എണ്ണം വളരെയധികമായി ഓസ്ട്രേലിയക്ക് കൂടിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു ട്രെൻഡ് നോക്കിയിരുന്നെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഉപരിപഠനത്തിന് PG അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള PhD പോലുള്ള ഉപരിപഠനത്തിനായിട്ടായിരുന്നു ഈ വിദേശ പഠനത്തെ പലരും ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള നമ്മൾ നോക്കുന്ന വിഷയങ്ങളിൽ സൗകര്യം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവാത്തത് കൊണ്ടൊക്കെയാണ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ +2 കഴിഞ്ഞ 17-18 വയസ്സുള്ള ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ വിദേശത്തേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യം ചൂസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിൽ ഒരു തിരുത്തൂടുണ്ട്. ഇപ്പം ഡിഗ്രി അല്ല, 10, 11, 12 ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്ന മലയാളി കുട്ടികളും സ്കൂളിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലോ ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കോളേജസിൽ കോഴ്സസ് ഒരു അപ് ടു ഡേറ്റ് അല്ല. പലപ്പോഴും പലരും അത് ഉയർത്തുന്നുണ്ടെങ്കിലും ഈ ജെൻസി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ വേണം. അത് ഇന്ത്യയിൽ പലപ്പോഴും കിട്ടുന്നില്ല. പിന്നെ ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ നമ്പർ കുറവാണ്. അപ്പം അത് ഒരു കാര്യം. അതേപോലെ തന്നെ എക്സ്പോഷർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ 60-70 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അതേ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ പല ഫാക്ടേഴ്സാണ് ഈ കുട്ടികൾ വിദേശത്തേക്ക് പോയി പഠിക്കാനുള്ള കാരണങ്ങളായിട്ട് വരുന്നത്. കുറേ കാലത്തേക്ക് UK ഒരു ട്രെൻഡായിരുന്നു, എല്ലാവരും UK പോകുന്നു എന്നാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജർമ്മനിയായി. ഈ രാജ്യങ്ങളുടെ ഒരു ചൂസ് ചെയ്യണത് മാറി വരുന്നുണ്ടല്ലോ, അതെന്താ? എന്തെങ്കിലും ട്രെൻഡിൻ്റെ പുറകെ പോകുന്നത്? ട്രെൻഡിൻ്റെ പുറകെ ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വിഭാഗം കുട്ടികൾ ഉറപ്പായിട്ടും അവർക്ക് റെസിഡൻസി വേണം, അതായത് വിദേശത്ത് ഇത് പഠനത്തിന് ശേഷം സ്ഥിരതാമസമാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ചില ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വിദേശത്ത് പോയി പഠിച്ചാൽ മതി എന്നുള്ളതുണ്ട്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് മറ്റുള്ള രാജ്യങ്ങളെക്കാളും കൂടുതലാണ്, നല്ല ഹൈ ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ UK പോകും. അഫോർഡ് ചെയ്യാനും ഈ പറയുന്ന പോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കാനുള്ളവർ ഓസ്ട്രേലിയക്ക് വരും. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ഫിനാൻസ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും, എല്ലാ ഫാമിലിക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഓസ്ട്രേലിയ. UK പിന്നെ ഒരു ട്രെൻഡാണ്, എല്ലാവരും UK പോകുന്നു എന്നാൽ ഞാനും പോകുന്നു എന്നുള്ള ട്രെൻഡാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ 95% ഓഫ് ആൾക്കാരും തിരിച്ചു വരേണ്ടി വരും UK നിന്ന്. അതിനുള്ള സിസ്റ്റമേ അവർക്കുള്ളൂ. ഒരു ഐഡിയൽ കേസിൽ നമുക്ക് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഏത് കോഴ്സ് വേണം, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇനി ഭാവിയിലേക്ക് എന്തൊക്കെ തീരുമാനം എടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വെക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഐഡിയൽ കേസിൽ ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞ ഒരാൾ അദ്ദേഹം UGക്കായി നോക്കുകയാണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം? സോ ആദ്യം പറഞ്ഞ പോലെ ഇവർ ഒരു സ്ഥിരതാമസത്തിനാണ് ഓസ്ട്രേലിയക്ക് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കാര്യമില്ല. അതായത് സംസ്ഥാനം, ഇപ്പോൾ ഓസ്ട്രേലിയയുടെ സംസ്ഥാനങ്ങൾ ഇവരുടെ റെസിഡൻസിക്ക് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരുടെ വിസയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. പിന്നെ അധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക നല്ലത്. ന്യൂ സൗത്ത് വെയിൽസ് പോലുള്ള സ്ഥലം, അത് സിഡ്നി ഉള്ള സ്ഥലങ്ങളിൽ 3 ലക്ഷത്തിലധികം കുട്ടികളാണ് പഠിക്കുന്നത്. ആ സ്റ്റേറ്റിനാകെ 3000 സീറ്റേ ഉള്ളൂ. അപ്പം അപ്പം തന്നെ അറിയാം നമുക്ക് എത്ര ശതമാനത്തിന് ആ സീറ്റ് കിട്ടും എന്നുള്ളത്. അതേസമയം ടാസ്മേനിയ പോലുള്ള സ്ഥലത്ത് ആകെ 7000-8000 കുട്ടികളേ ഉള്ളൂ. അവർക്കും ഉണ്ടാവും 2000 എബവ് സീറ്റ്സ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആണ് ഈ PR വേണ്ടിയാണ്, അല്ലെങ്കിൽ അവിടെ റെസിഡൻസിക്ക് വേണ്ടിയാണ് സ്റ്റഡിക്ക് പോകുന്നത് എന്നുള്ളത്. രണ്ടാമതായിട്ട് പിന്നെ സെലക്ട് ചെയ്യേണ്ട റീജിയൻ. ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയ ശേഷം നമുക്ക് ഉണ്ടായ ഒരു ഏറ്റവും വലിയ ഗുണം ഓസ്ട്രേലിയയിൽ ഇവർ പഠിച്ചു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് എബവ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ ഇയർ ഓഫ് സ്റ്റേ ബാക്ക് വേറെ ഒരു രാജ്യത്തിനും ഇല്ലാതെ ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ ഇവർക്ക് മാസ്റ്റേഴ്സിന് 3 വർഷം കിട്ടും. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും 2 വർഷമാണ്. അപ്പം ബാച്ചിലറിന് 2 വർഷമാണ്, മാസ്റ്റേഴ്സിന് 3 വർഷം കിട്ടും. ആ ഒരു ബെനിഫിറ്റ്സ് ഒരു റീജിയനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് 3+2 കൂടെ കിട്ടും. അപ്പോൾ ഏതാണ്ട് 5 വർഷം വരെ സ്റ്റേ ബാക്ക് കിട്ടും. പലപ്പോഴും നമ്മുടെ കുട്ടികളോട് ഇതൊന്നും പറയാറില്ല. ഇപ്പോൾ എല്ലാവരും കൊണ്ടുവിടുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു കമ്മീഷൻ ബേസ്ഡ് ബിസിനസ്സാണ്. ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയ എല്ലാ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ UK ആയിക്കോട്ടെ ഏത് വിദേശ രാജ്യങ്ങളായിക്കോട്ടെ കുട്ടികളുടെ കയ്യിൽ നിന്നൊന്നും നമ്മളെപ്പോലുള്ളവരാരും പൈസ മേടിക്കാൻ പാടില്ല. നമ്മളിവരുടെ ഏജൻസികൾക്ക് ഫീ ഇല്ല. അതുകൊണ്ടാണ് ഓതറൈസ്ഡ് ഏജൻസി. വിദ്യാർത്ഥികളുടെ പൈസ മേടിക്കില്ല. അവർ യൂണിവേഴ്സിറ്റിക്ക് അടക്കം യൂണിവേഴ്സിറ്റി നമുക്കൊരു കമ്മീഷൻ റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അവരാണ് നമുക്ക് കമ്മീഷൻ തരുന്നത്. ഏതെങ്കിലും ഒരു
ഏജൻസി ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ അത് ശരിക്കും തെറ്റാണ് അല്ലേ? ഇവിടെ നിയമം ഇല്ലാത്തത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നോർമലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ പൊതുവെ പൈസ അത്തരം കാര്യങ്ങൾക്കൊന്നും വാങ്ങാറില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റീസാണ് തരുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു എന്തുകൊണ്ട് റീജിയനിലേക്ക് ഇവർ വിടുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്ലാബ് അനുസരിച്ചിട്ടാണ് കമ്മീഷൻ. 10 കുട്ടികളെ വിട്ട ഇത്ര ശതമാനം, 20 പേരെ വിട്ട ഇത്ര ശതമാനം. അതുകൊണ്ട് തന്നെ പല ഏജൻസികളും അവർക്ക് മാക്സിമം കമ്മീഷൻ കിട്ടുന്ന സ്ഥലത്തേക്ക് കുട്ടികളെ പുഷ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അവർ നല്ല വർക്കുകൾ എന്തായാലും പറയും. ഓസ്ട്രേലിയയുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും സ്ഥലങ്ങളും പല കാര്യങ്ങളും കാണും. പക്ഷേ ആ സ്ഥലത്ത് ഒരിക്കലും PR ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം പേരൻസും കുട്ടികളും ഇത്തരം കാര്യങ്ങൾ കൃത്യമായ പഠനങ്ങളുണ്ടാണ്. ഇപ്പം ഞാൻ ഇമിഗ്രേഷൻ ലോ പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ഇതെല്ലാം തിരക്കിയിട്ടുള്ളവർ, അവർക്കറിയാം ഇമിഗ്രേഷൻ പ്രാക്ടീഷണർ വഴി പോയി കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞാൽ അവർക്ക് മൈഗ്രേഷനാണ് എയിം. അപ്പോൾ അത്രത്തോളം ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം ഇതിൽ പല രീതിയിലാണ് പല പേരൻസും എടുക്കുന്നത്. പക്ഷേ കൃത്യമായ പ്ലാനിങ്ങോട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പെർമനന്റ് റെസിഡൻസി ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോഴും വളരെ ഈസി ആയിട്ട് നടക്കുന്ന കേസാണ്. ഈ വിവരങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ ലഭ്യമാണോ? തീർച്ചയായിട്ടും. ഇതിൽ ഈ പറഞ്ഞ പോലെ വിവരങ്ങളുണ്ട്. പക്ഷേ നമ്മൾക്കത് എങ്ങനെ ചോദിക്കണമെന്നുള്ള ഒരു ഉൾക്കാഴ്ച കേരളത്തിലില്ല. അപ്പോൾ ഈ മൈഗ്രേഷൻ ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളത് പൊതുവേ കൃത്യമായി ഫേസ്ബുക്കുകളിൽ പോസ്റ്റുകളൊക്കെ കുറേയൊക്കെ മനസ്സിലാകാൻ സാധിക്കും. ഇല്ലാത്തടത്തോളം അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമം ഓരോ വർഷം മാറും. ഓരോ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് സ്റ്റേറ്റിൻ്റെ മാറും. ഇന്നാണ് സ്റ്റേറ്റിൻ്റെ എല്ലാം അലോക്കേഷൻ ആയത്. അപ്പം അങ്ങനെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഇതിനാവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവേ ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏതൊരു രാജ്യത്ത് പോവുകയാണെങ്കിലും ആ രാജ്യത്ത് ഓഫീസുള്ള ഒരു ഓർഗനൈസേഷൻ വഴി പോകാൻ ശ്രമിക്കുക. കാരണം ഇവിടുന്ന് ഇവർക്ക് കയറ്റി വിട്ടാൽ മതി. ഞങ്ങളെപ്പോലുള്ളവർക്ക് അവിടെ വന്ന് ഇവരെ സ്വീകരിക്കലാണ് പരിപാടി. അപ്പം ഇവിടെയും അവിടെയും ഓഫീസ് ഉണ്ടെങ്കിൽ അത്തരം ചില ഗുണങ്ങളുണ്ട്. നമ്മൾ അവിടെ അക്കൗണ്ടബിലിറ്റി കൂടും. അപ്പോൾ ഇവൻ കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഇവിടെ ഈ കാണുന്ന പേപ്പർ കമ്പനികൾ ഒഴിവാക്കി അതാത് രാജ്യങ്ങളിൽ അതായത് കോർപ്പറേറ്റ് ഓഫീസേഴ്സ് ഉള്ള രാജ്യങ്ങളിലുള്ള ഒരു ഏജൻസി വഴി പോകുമ്പോഴാണ് പലപ്പോഴും നല്ലതാവുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാന പ്രശ്നം നമ്മളിങ്ങനെ ഷുഗർ കോട്ടൊന്നും ചെയ്യത്തില്ല ഇവരോട്. ഇവർ നമ്മളോട് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അതേസമയം വേറൊരു ഏജൻസി ചെല്ലുമ്പോൾ നമ്മളെല്ലാം ശരിയാക്കി തരാം, ലോണിനെ പറ്റി നിങ്ങളൊന്നും അറിയണ്ട. അപ്പം ഇവർ വിചാരിക്കും ഇവരെത്ര നന്നായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സത്യം പറയുമ്പോൾ പലപ്പോഴും ആദ്യം ഇവർക്കത് കയ്പാണ്. പിന്നീട് ഇവർക്കിത് മനസ്സിലാവുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതാത് രാജ്യങ്ങളിൽ പോവുകയാണെങ്കിലും അതാത് രാജ്യങ്ങളിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് വഴിയോ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിൽ ഓഫീസേഴ്സ് ഉള്ള ഡയറക്റ്റ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ വഴിയോ പോകുകയാണ് നല്ലത്. ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഇതുപോലെയുള്ള ഒരു സേവനം നൽകുന്നൊരു ഏജൻസി എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്? ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നമ്മളൊരു ഓതറൈസ്ഡ് ഏജൻസിയാണ്, അങ്ങനെ ഒരു ഏജൻസാണ് ഇവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ 4-5 പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഡയറക്ഷൻ യൂണിവേഴ്സിറ്റി തരും. ഇന്ന കാര്യങ്ങൾ ഒരു കുട്ടിയുടെ നോക്കണം. ഫോർ എക്സാമ്പിൾ ഒരു +2 കഴിഞ്ഞിട്ട് 1-2 വർഷം ഒന്നും പഠിക്കാതെ നിൽക്കുവാണ്, അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോയി ആ ഒരു ഗ്യാപ്പ് ഉള്ളവരെ എടുക്കണ്ട. അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ UG കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പുള്ളവർ പ്രയാസമാണ്. പിന്നെ ന്യൂലി മാരീഡ് കപ്പിളാണെങ്കിൽ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ നിബന്ധനകൾ അവർ നമ്മളോട് കൃത്യമായിട്ട് പറയും എങ്ങനെയുള്ളവർ എടുക്കണം, എത്ര പെർസെൻറ്റേജ് അതിന് മിനിമം ഉണ്ട്. ഒത്തിരി ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ കുറേ നിബന്ധനകളും കാര്യങ്ങളും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് അഡ്വൈസസ് പലപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല മികച്ച യൂണിവേഴ്സിറ്റി കിട്ടണമെങ്കിൽ നമ്മുടെയും പ്രൊഫൈൽ വളരെ നന്നായിരിക്കും. കൃത്യമായിട്ട് അവരെല്ലാവരും അങ്ങനെ എടുക്കില്ല. ഇതൊരു ലിമിറ്റഡ് സീറ്റ്സാണ്. മിക്ക ഇതിനും ഈ പറയുന്ന പോലെ കാനഡ ഒക്കെ ആയിരുന്നു അങ്ങനെ ബാച്ചായിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് പറ്റിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ യൂണിവേഴ്സിറ്റി അല്ല. ഓസ്ട്രേലിയൻ കാനഡയുടെ ഒരു വ്യത്യാസത പറഞ്ഞതുകൊണ്ട് പറയാം. ഓസ്ട്രേലിയയിൽ തദ്ദേശീയരായി പഠിക്കുന്ന ആൾക്കാർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ് ഈ കുട്ടികളെല്ലാം പോയി പഠിക്കുന്നത്. ഓസ്ട്രേലിയക്ക് 10-46 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ഓസ്ട്രേലിയയുടെ ഗവൺമെൻറ് അംഗീകൃതമായ അല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല. അവിടെ എല്ലാവർക്കും ഒരേപോലെയാണ് അഡ്മിഷൻ. അതേസമയം കാനഡയിൽ ഇവർക്ക് വേണ്ടി മാത്രം തുടങ്ങുന്ന കോളേജുകളാണ്. ഒരേ 4 നിലയുള്ള തട്ടിൽ ചിലപ്പോൾ 8 കോളേജുകൾ സ്ഥലങ്ങളുണ്ടാവും. അവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുണ്ടാവില്ല. അവിടെ പഠിക്കുന്ന കുട്ടികളൊന്നും തന്നെ ആ തദ്ദേശീയരായ നാട്ടുകാരുള്ളതല്ല. അല്ല, പലപ്പോഴും നമ്മളിപ്പോൾ സിനിമയിലൊക്കെ ഈ അടുത്ത് വന്നിരുന്നല്ലോ, അതായത് പോയ കുട്ടികളും പറഞ്ഞു അവിടെ പോയി സായിപ്പിൻ്റെയൊക്കെ കൂടെ പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ മൊത്തം മലയാളികൾ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. തീർച്ചയായും പച്ച മലയാളം പറയുന്ന ക്ലാസ്സുകളായിരുന്നു. കൃത്യമായ ഇതാണ്. അവർ പലപ്പോഴും കോൺവക്കേഷന് മാത്രമാണ് ഒരു വെള്ളക്കാരനെ കാണുന്നത്. BC കോൺവക്കേഷന് വരുമ്പം അദ്ദേഹം ആയിരിക്കും
അതൊരു നഗ്നമായ സത്യമാണ്. അപ്പം കൂടുതൽ എക്സ്പോഷർ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കും ഇൻ്റർനാഷണലി പലയിടത്തു നിന്നുള്ള കുട്ടികൾ വരുമ്പോഴാണ് നമ്മളുടെയും ഒരു വീക്ഷണമൊക്കെ വലുതാകുന്നത്. അപ്പം അങ്ങനെയുള്ള നല്ല മികച്ച യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്ത് വേണം നമ്മളും. നമുക്കിപ്പോൾ എന്താ ഒരു വോസ്റ്റ് കേസ് നമുക്കൊരു സിറ്റുവേഷൻ എടുക്കുക, നമ്മൾ പോയിട്ട് തിരിച്ചു വരേണ്ട വന്നാലും നമ്മൾ വരുമ്പോൾ ഒരു നല്ല യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയെങ്കിലും ഉണ്ടായിരിക്കണം മിനിമം. അല്ലാതെ ഈ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കോളേജിൻ്റെ ഡിഗ്രി കൊണ്ട് വന്നാൽ അത് ഭയങ്കര ഇവിടെ ഒരു തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നാൽ പോലും അവർക്കൊരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിഷമമല്ല വിദേശ പഠനം. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അംഗീകൃത എമിഗ്രേഷൻ കൺസൾട്ടൻ്റായ മാത്യൂസ് ഡേവിഡുമായുള്ള അഭിമുഖം. നിർവഹണം റിയ. സഹകരണം അരുൺ സി പ്രകാശ്. കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94 47 56 22 12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 47 56 22 12 9475 62212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. യുവവാണി സമാപിക്കുന്നു.